വേണോടി? അല്ല, ആരാ ഇത്? ഇത്ര പെട്ടെന്ന് വന്നല്ലോ. അമ്മേ, കാവ്യയുടെ അമ്മായിയമ്മയും അച്ഛനുമാണ്. നമസ്കാരം, വരൂ. നമസ്കാരം. ഇരുന്നോളൂ. എല്ലാ പേരും ചേർന്ന് ഓരോ ജോലി ചെയ്യും പോലെ ഉണ്ടല്ലോ. കൂട്ടുകുടുംബമായാൽ ഇങ്ങനെ ഇരിക്കണം. ഇതിനെല്ലാത്തിനും അഭിരാമല്ലേ കാരണം? അയ്യോ, ഞാനല്ല. വീട്ടുജോലികള് വീട്ടുകാർ തന്നെ ചെയ്യണമെന്ന് എന്റെ അനിയന്റെ ഭാര്യ കാർത്തികയുടെ ഐഡിയ. ഈ ക്രെഡിറ്റ് മുഴുവൻ അവൾക്കാണ് കൊടുക്കേണ്ടത്. കാർത്തിക എന്ന് പറയുമ്പോ എന്റെ വൈഫാ. ഹലോ ചേച്ചി, ഐ എം കാർത്തിക. നമസ്കാരം മോളെ. ആളിയാ, ഇതെന്റെ വൈഫ് ഭാവനയാണ്. നമസ്കാരം ഏട്ടാ. നമസ്കാരം. നിങ്ങളുടെ മകൻ കാരണമാ ഞാനിന്ന് ജീവനോടെ ഇരിക്കുന്നത്. അഭിരാമിന്റെ മുഖം കണ്ടിട്ടാ ഞങ്ങൾ ഈ ബന്ധത്തിന് തയ്യാറായത്. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെ പറ്റി ഭാസ്കർ കൊച്ചുമോനും നല്ല കാര്യങ്ങളാ പറഞ്ഞേ. ഞങ്ങളത്ര ഉയർന്നവരൊന്നുമല്ല. അഭിരാമിന്റെ നല്ല മനസ്സാണ് ഉയർന്നത്. മോനെ അഭിരാം, നിന്റെ ഭാര്യയെ പരിചയപ്പെടുത്തി തരുന്നില്ലേ? കാണുമ്പോ തന്നെ അറിയില്ലേ സുജാതെ? തീർച്ചയായും ഇവര് തന്നെയാണ് മിസ്സിസ് അഭിരാം. നമസ്കാരം ആന്റി, ഞാനാ അഭിറാമിന്റെ വൈഫ്. പേര് വസുന്ധര. ഇവര് ഞങ്ങളുടെ മക്കളാ. ഞങ്ങൾക്ക് നേരത്തെ തോന്നിയതാ ഇദ്ദേഹത്തെ പോലെ ഉയർന്ന ഒരു മനുഷ്യനെ നിങ്ങൾ തന്നെ ഭാര്യയായിരിക്കുമെന്ന്. പോരാത്തതിന് മിടുക്കരായ മക്കള്. അതൊക്കെ പോട്ടെ, എന്റെ മരുമകൾ എന്തിയെ? മോളെ കാവ്യേ, കാവ്യ. നമസ്കാരം അച്ഛ. നമസ്കാരം അമ്മേ. വാ മോളെ, വന്നിവിടെ ഇരിക്കേ. ചെല്ലുമോളെ. അഭിരാമിനെ പോലൊരു ചെറിയച്ഛനുള്ളത് നിന്റെ ഭാഗ്യമാ മോളെ. നിന്റെ അച്ഛനും അമ്മയും നിനക്ക് ജീവൻ തന്നുവെങ്കിലും നിന്റെ ചെറിയച്ഛൻ നിനക്ക് പുനർജന്മം തന്നിരിക്കുക. മോളുടെ ചെറിയച്ഛൻ കാരണോ മോള് ഞങ്ങളുടെ വീട്ടിലെ മരുമകളാകുന്ന. മോൾക്ക് എന്നും ചെറിയച്ഛനോട് നന്ദിയും കടപ്പാടും ഉണ്ടാകണം. അതുപോട്ടെ, ഞങ്ങൾ വന്ന കാര്യം പറയാൻ വിട്ടുപോയി. ഞങ്ങളുടെ മരുമകൾക്ക് ആഭരണം വാങ്ങാൻ പോവുകയാ. വേഗം റെഡിയാവുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി പോകാം. അയ്യോ, എല്ലാരും കൂടി എന്തിനാ? ഇവിടെ ഒരുപാട് ജോലിയുണ്ട്. അതെ അതെ, ഒരുപാട് ജോലികളുണ്ട്. എല്ലാവരും ഇവിടുന്ന് പോയാ ആ ജോലികളൊക്കെ നിന്നു പോകും. നിങ്ങളുടെ കൂടെ ഞാനും എന്റെ ഭർത്താവും കാവ്യയും കൂടെ വരും. അഭിരാമും വസുവും കുട്ടികളും തീർച്ചയായിട്ടും വരണം. തീർച്ചയായും വരും. എന്നാ ഇറങ്ങിയാലോ? കമ്പൽസറി ആയിട്ട് വന്നേ പറ്റൂ. അപ്പോ ബാക്കിയുള്ളത് ഞാനും എന്റെ അടുത്തല്ലേ ഉള്ളൂ. വീട്ടിലെ മുതിർന്നവരല്ലേ, അവരെ കൊണ്ടുപോകാതിരുന്നാൽ എങ്ങനെയാ? അവരാണല്ലോ ആദ്യം വരേണ്ടത്. അവസാനം ഞാൻ ഇവിടെ ഒറ്റയ്ക്കാവുന്നാ തോന്നേ. ഒരു കാര്യം ചെയ്യാം, മുതിർന്നവർ വന്നോളൂ. അഭിരാമും ഭാര്യയും കമ്പൽസറി ആയിട്ട് വന്നോളൂ. പെണ്ണിന്റെ അച്ഛനും അമ്മയും തീർച്ചയായിട്ടും വന്നേ പറ്റൂ. പ്രിയപ്പെട്ട സുമംഗലിയും കാർത്തികയും അഖിലും വീട്ടിൽ തന്നെ നിന്നോട്ടെ. നമുക്ക് ഷോപ്പിങ്ങിന് പോയിട്ട് വരാം.
ഇതെന്തൊരു അന്യായാണ്. അവരുടെ കൂടെ നിൽക്കുമ്പോ എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. നിങ്ങളെ കൂടെ ചേരുമ്പോ ഞാൻ ആകെ ക്ഷീണിച്ചു പോവാ. ഞങ്ങൾ എന്ത് ചെയ്തിട്ട് ഇളയമേ ഈ പറയുന്നേ? ഞങ്ങളുടെ കൂടെ നിൽക്കാൻ നിങ്ങളോട് പറഞ്ഞോ? വന്ന ജോലിക്കാരെ നീ പറഞ്ഞു വിട്ട കാര്യം എല്ലാവരുടെ അടുത്തൊന്നും മറച്ചു വെച്ചില്ലേ? ആ ഒരു തെറ്റ് പോരെ ഇത്രയും വലിയ ശിക്ഷ അനുഭവിക്കാൻ. ജോലി ചെയ്യാൻ വന്നവരെ പറഞ്ഞയച്ചിട്ടും ഇവിടെ ഉള്ളവർക്ക് പണി കൊടുക്കുന്ന ഇവള് വിചാരിച്ചത്. ഇവള് കുഴിച്ച കുഴിയിൽ ഇവള് തന്നെ വീണടാ. അമ്മ, നിങ്ങളെ കൂടെ ചേർന്ന് ഞാനും ആ കുഴിയിൽ വീണു. വീട്ടുജോലികളെല്ലാം ചെയ്ത് ശരീരാകെ നീരടിച്ചിരിക്കുക. പെട്ടെന്ന് വരന്റെ വീട്ടുകാര് വന്ന് ഷോപ്പിങ്ങിന് കൂട്ടിക്കൊണ്ടു പോവെന്ന് ഞാൻ വിചാരിച്ചോ? അങ്ങനെ നടക്കുമെന്ന് നമ്മൾ എന്താ സ്വപ്നം കണ്ടോ? എന്ത് പ്ലാൻ ആയാലും കറക്റ്റ് ആയിട്ട് ചെയ്യണടാ. അതിനേക്കാൾ നന്നായിട്ട് ആ പ്ലാൻ വർക്കൗട്ട് ആക്കണം. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും. പോയവരൊക്കെ വന്നു തോന്നുന്നു. ജോലിയൊക്കെ കഴിഞ്ഞപ്പോ അവര് വരെയും ചെയ്തു. അവർക്ക് പണിഷ്മെന്റ് കൊടുക്കാന്ന് വിചാരിച്ചപ്പോ നമുക്ക് തന്നെ കിട്ടി 8ന്റെ പണി. എഴുന്നേറ്റ് വാടി. വീട് നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ടല്ലോ ചേച്ചി. അതെ വസു, ജോലിക്കാര് പോലും ഇങ്ങനെ ക്ലീൻ ചെയ്യില്ല. നിങ്ങളെന്താ ഇത്രയും ലേറ്റ് ആയിട്ട് വന്നത്? ഷോപ്പിങ്ങിന് പോയതാണോ അതോ ഷോപ്പ് മുഴുവനും വാങ്ങാൻ പോയതോ? കുറച്ചു നേരം കൂടി അവിടെ നിന്നിരുന്നെങ്കിൽ അങ്ങനെ ആയെന്നെ. അതിന് മാത്രം എന്താ വാങ്ങിയത്? ഞങ്ങളൊന്നും വാങ്ങിയില്ല ഇളയമേ. അളിയനും ചേച്ചി ഞങ്ങളൊന്നും വാങ്ങാൻ സമ്മതിച്ചില്ല. എല്ലാം അവര് തന്നെ വാങ്ങിയത്. എൻഗേജ്മെന്റ് ഗിഫ്റ്റായിട്ട് കാവ്യക്ക് 50 ലക്ഷത്തിന്റെ ഒരു ഡയമണ്ട് നെക്ലസ് വാങ്ങിച്ചു കൊടുത്തു. 50 ലക്ഷത്തിന്റെ നെക്ലസാ? എത്ര ലക്ഷം കൊടുത്തും വാങ്ങിയാലെന്താ? കാവ്യ അവരുടെ വീട്ടിലേക്കല്ലേ പോകുന്നേ. ആ നെക്ലസ് നമ്മുടെ വീട്ടിലല്ലല്ലോ ഇരിക്കാൻ പോകുന്നേ. നമുക്ക് എല്ലാവർക്കുമുള്ള ആഭരണങ്ങളും ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് കാർത്തികേ. ആർക്ക് വേണ്ടിയാ വാങ്ങിയത് എടുത്തി? ഒരുപക്ഷെ എനിക്ക് വേണ്ടി വാങ്ങിയതാണ് എടുത്തി. എന്തൊക്കെയായാലും ഞാൻ ഈ വീട്ടിലൊരു അംഗമല്ലേ. നിങ്ങൾക്കല്ലേ ഇളയമേ കുട്ടികൾക്കാ വാങ്ങിയത്. നമ്മുടെ വീട്ടില് കുട്ടികൾ ആരാ ഉള്ളത്? എനിക്കതിന് കുട്ടികളില്ലല്ലോ. അഭിക്കും വസുവിനും കുട്ടികൾ ഉള്ളതല്ലേ കാർത്തികേ? അഭിയോടും വസുവിനോടും അവർക്ക് വലിയ ബഹുമാനമാ. അതുകൊണ്ടാ ഉണ്ണിക്കും അനുവിനും കീർത്തിക്കുള്ള ആഭരണങ്ങളൊക്കെ അവര് വാങ്ങിയത്. ഇവർക്ക് എന്താ വാങ്ങാൻ പോയത്? ഈ വീടുമായിട്ട് ഇവർക്ക് എന്ത് ബന്ധമുള്ളത്? ഓസിന് കിട്ടുന്നതൊക്കെ വാങ്ങിച്ചു വെച്ചായിരിക്കും അല്ലേ? എന്താകിലിത്? അഭി കാരണമില്ല ഈ ബന്ധം ഉറച്ചത് തന്നെ. അഭിയോട് അവർക്ക് വളരെ ബഹുമാനമുണ്ട്. അതുകൊണ്ട് അഭിയുടെ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുത്താൽ എന്താ തെറ്റ്? അതിന് അവർ ഈ വീട്ടിലെ കുട്ടികളല്ലല്ലോ ഭാസ്കരേട്ടാ. ഇതുപോലെ തന്നെ അവരും വിചാരിച്ചിരുന്നെങ്കിൽ ഈ കല്യാണം നടക്കുകയില്ലായിരുന്നു കാർത്തികേ. അത് നീ മറക്കരുത്. കാർത്തികയ്ക്ക് ഈയിടെയായിട്ട് ഓർമ്മശക്തി അല്പം കുറവായിട്ടുണ്ട്. ഓരോന്നും ഇടയ്ക്ക് ഓർമ്മിപ്പിക്കേണ്ടിയിരിക്കുന്നു. വസുന്ധര, ചേച്ചി ഈ ആഭരണങ്ങൾ വാങ്ങ്.
കുട്ടികൾക്ക് കൊടുക്ക് വസു. വേണ്ട ചേച്ചി, ഇത് കാവ്യക്കുള്ള ആഭരണങ്ങളാ. അത് കുട്ടികൾക്ക് വേണ്ടി വാങ്ങിയതല്ലേ വസു? അവരുടെ മര്യാദ കൊണ്ട് ആഭരണങ്ങൾ തന്നപ്പോ അത് വാങ്ങിയെന്ന് മാത്രം. അവരെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മാത്രം അത് വാങ്ങിയത്. പക്ഷേ ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട, കാവ്യക്ക് തന്നെ കൊടുത്തേക്ക്. കാവ്യക്ക് ഓൾറെഡി വാങ്ങിയല്ലോ വസു, പിന്നെ കുട്ടികളുടെ ആഭരണം എന്തിനാ? അവർക്ക് വിഷമാവില്ലേ? ഞങ്ങൾക്ക് അങ്ങനെ വിഷമമൊന്നുമില്ല വല്യച്ഛ. ആഭരണങ്ങളൊക്കെ ചേച്ചിക്ക് തന്നെ കൊടുത്തേക്ക്. കാർത്തിക ചെറിയമ്മ അഖിൽ ചെറിയച്ഛനും ഞങ്ങൾക്ക് പാവകള് പോലും തന്നില്ല. പിന്നെന്തിനാ നമുക്ക് ഈ ആഭരണങ്ങളൊക്കെ? ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ അമ്മയും അച്ഛനും വാങ്ങി തരും. ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട. നിങ്ങളുടെ അച്ഛനും അമ്മയും എങ്ങനെയാണോ നിങ്ങളും അതുപോലെ തന്നെയാന്ന് തോന്നുന്നേ. നിങ്ങളുടെ ഈ ആത്മാഭിമാനം കുട്ടികൾക്കും കൂടി പകർന്നു കൊടുത്തിരിക്കുന്നു. വേറെ വഴിയില്ലല്ലോ അമ്മേ. നമുക്കിപ്പോ ഒന്നുമില്ലെങ്കിലും അവസാനം കുറച്ച് അഭിമാനമെങ്കിലും ഉണ്ടാകണ്ടേ? ചില ആൾക്കാരെ പോലെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി തെറ്റായ വഴിയിലൂടെ പോകാൻ പറ്റില്ല. മനസാക്ഷി കളഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ട് ഒരു തെറ്റും ചെയ്യാൻ പറ്റില്ല. സ്വന്തക്കാരെ ചതിക്കാൻ ഞങ്ങൾ പഠിച്ചിട്ടില്ല. ജീവിക്കുന്നിടത്തോളം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണം. ഇതാണ് ഞാൻ എന്റെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ആരെ പറ്റി ഈ പറയുന്നതെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ഇതിനെ പോയിന്റ് ഔട്ട് ചെയ്യുന്നേ? എല്ലാത്തിനും കാരണം ഞങ്ങളാണോ? ആരെങ്കിലും അവർക്ക് ആഭരണം വാങ്ങിച്ചു കൊടുത്താ നിങ്ങൾ എന്തിനാ അത് ചോദ്യം ചെയ്യുന്നത്? നീ പറയുന്ന 100% ശരിയാ വസു. കുട്ടികളുടെ ആഭരണം കാവ്യക്ക് കൊടുത്തത് വളരെ നല്ല കാര്യ. ഞങ്ങൾക്കൊന്നും വേണ്ട ഇളയമ്മേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിമാനം മാത്രം മതി. ഈ നിശ്ചയം സന്തോഷത്തോടെ നടന്ന അത് മതി ഞങ്ങൾക്ക്. അതിൽ കൂടുതലൊന്നും ഞങ്ങൾക്ക് വേണ്ട. എങ്ങനെ ജീവിക്കണമെന്ന് അവർ ജീവിച്ച് കാണിക്കുക, എങ്ങനെ ജീവിക്കാൻ പാടില്ലെന്ന് നമ്മൾ ജീവിച്ച് കാണിക്കുക. സത്യം പറഞ്ഞാൽ അഭിയും വസുവും വലിയ മനസ്സുള്ളവരാ. താൻ ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു വസുന്ധര. ഞാൻ എന്ത് ചെയ്തു? അവര് വേണമെന്ന് വെച്ച് അങ്ങനെ ചെയ്തത്. എന്നെ ഇൻസൾട്ട് ചെയ്തു. അതെനിക്ക് മനസ്സിലാവുകയും ചെയ്തു. ഏട്ടന് മനസ്സിലാക്കി പിന്നെ എന്തിനാ ചോദിക്കുന്നേ? കാർത്തിക ഇത്ര ഹേർട്ട് ചെയ്യേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അവള് നമ്മളെ ഒരുപാട് ഇൻസൾട്ട് ചെയ്തില്ല ഏട്ടാ.
അതുകൊണ്ട് താൻ പ്രതികാരം ചെയ്യുവാണോ? പ്രതികാരം ചെയ്യാനാണ് അവര് തീരുമാനിച്ചെങ്കിൽ ഞാൻ ആരാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കും. കാർത്തിക, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതാ അവരോട് വാശി വേണ്ടാന്ന്. പറഞ്ഞ കേൾക്കുകയില്ല. പ്രശ്നം ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതിന് മാത്രം ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിന്ന? വീട് നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിലിപ്പോ എന്താ തെറ്റ്? അത് കാർത്തികയാക്കിലും തെറ്റായിട്ടുള്ള രീതിയിൽ എടുത്തിരിക്കുന്നത്. എങ്ങനെ എടുത്താലും അത് തെറ്റാ. ഞാനെന്താ ജോലിക്കാരിയാണോ? അങ്ങനെ പറയുകയാണെങ്കിൽ അവര് നമ്മുടെ വേലക്കാരല്ല കാർത്തിക. ഏട്ടൻ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണ്ട. എനിക്ക് ദേഷ്യം വരിക. എൻഗേജ്മെന്റ് കഴിയുന്നതുവരെ ആ ദേഷ്യം കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യണം. അതെന്നെ കൊണ്ട് സാധിക്കില്ല അഖിൽ. എങ്ങനെ ആയിരുന്നാലും എനിക്ക് പ്രതികാരം ചെയ്തേ പറ്റൂ. ടിറ്റ് ഫോർ ടാറ്റ് ചെയ്തിരിക്കണം. ഇപ്പൊ അവര് പറഞ്ഞത് ഇക്കാര്യം തന്നെയാ. നിന്റെ പ്ലാൻ നിനക്ക് തിരിച്ചടിച്ചോന്ന്. അപ്പൊ കൈയോട് തിരിച്ച് പ്രതികരിച്ചില്ലെങ്കിൽ അവർ ഇനിയും നമ്മളെ ഒരുപാട് ഇൻസൾട്ട് ചെയ്യും. എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. അത് മനസ്സിൽ വെച്ചിട്ട് അവർ ഇനി എന്തെങ്കിലും ചെയ്താ? ചെയ്തിരിക്കും. ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കും. നീ എന്ത് ചെയ്യാൻ പോവാണെന്ന് എന്നോട് ആദ്യം പറഞ്ഞിട്ട് വേണം ചെയ്യാൻ. അവരെന്ത് ചെയ്താലും ഞാൻ പ്രതികരിക്കും. എനിക്ക് അവരെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തന്നെപ്പറ്റി നന്നായിട്ട് അറിയാം. എൻഗേജ്മെന്റ് നടക്കാൻ പോകുന്ന വീട്ടില് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണോ തന്റെ ഭാവം? പ്രശ്നം ഉണ്ടാവണം. ആ വസു അപമാനിക്കപ്പെടണം. അവളുടെ കണ്ണിൽ എനിക്ക് കണ്ണുനീർ കാണണം. അതിനുവേണ്ടി എന്ത് പ്ലാനാണ് നിന്റെ ഉള്ളത്? കൂടിപ്പോയ അനാവശ്യം എന്തെങ്കിലും പറയുമായിരിക്കും. അവളുടെ ചാട്ടത്തിന് മറുപടി കൊടുക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. പ്ലീസ് വസുന്ധര, ഈ എൻഗേജ്മെന്റ് എങ്ങനെയെങ്കിലും നടന്നു പോട്ടെ. എന്റെ ഒരു ചെറിയ റിക്വസ്റ്റാ. ഈ എൻഗേജ്മെന്റ് മുടങ്ങിയാലും ശരി, അവരെ അപമാനിക്കാതെ ഞാൻ വിടില്ല. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. ആന്റി, ആന്റി, ആ ആന്റി, അത് വായാണോ ഡ്രെയിനേജ് ആണോ? എപ്പോ നോക്കിയാലും തീറ്റി മാത്രമേ ഉള്ളൂ. ഇപ്പൊ എന്തിനാ നീ എന്നോട് ചൂടാവുന്നേ? നിനക്കെന്ത് ഉറക്കം വരുന്നില്ലേ? ആന്റിക്ക് ഉറക്കം വരുന്നുണ്ടോ? നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നുണ്ടോ? നിന്റെ പുണ്യം കൊണ്ടും ഇന്ന് നിന്റെ ഒടുക്കത്തെ പ്ലാൻ കാരണോ എന്റെ ശരീരം ആകെ ക്ഷീണിച്ചു പോയിരിക്കുക. ഞാനൊന്ന് കിടന്ന ഉറങ്ങിപ്പോന്നാ തോന്നേ. ഉറങ്ങിക്കോ. അങ്ങനെ ഉറക്കത്തില് മേലോട്ട് വെക്കോ. നീ എന്താണ് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ എന്ത് പറയാനാ? നിങ്ങൾക്ക് കുറച്ചെങ്കിലും നാണമുണ്ടോ? മാനം, മര്യാദ, അഭിമാനം ഇതിലെന്തെങ്കിലും ഉണ്ടോ? എന്നോട് ചോദിക്കുന്ന നിനക്കതുണ്ടോ? എന്നെ പറ്റിയല്ല, ഞാൻ ആന്റിയെ പറ്റിയാ പറയുന്നേ. നീ എന്തോ പ്ലാനും കൊണ്ടാ വന്നേന്നറിയാം. ഇത്തവണ നിന്റെ വലയിലൊന്നും ഞാൻ വീഴില്ല. ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, ആന്റിക്ക് വേണ്ടിയാ. എനിക്ക് വേണ്ടി നീ എന്താ ചെയ്യാൻ പോന്നേ? ആന്റിയെ 50 ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലസിന്റെ ഓണർ ആക്കാൻ ഞാൻ നോക്കുവാ. നിന്റെ അമ്മ വാങ്ങി തരുമോ? എന്റെ അമ്മ നിങ്ങൾക്ക് എന്തിനാ വാങ്ങി തരുന്നേ? നിങ്ങളാ മോഷ്ടിക്കാൻ പോകുന്നേ. എന്ത്? ഞാൻ മോഷ്ടിക്കണോന്നോ? കാവ്യക്ക് വരന്റെ വീട്ടിൽ നിന്ന് 50 ലക്ഷം രൂപ കൊടുത്ത് ഡയമണ്ട് നെക്ലസ് വാങ്ങിക്കൊടുത്തില്ലേ? അത് നിങ്ങൾ മോഷ്ടിക്കണം. അയ്യോ, നെക്ലസ് മോഷ്ടിക്കാനാണോ? അയ്യോ, ഇതിനു മുൻപ് ചെയ്യാത്തതുപോലെ എന്റെ 50 ലക്ഷം നിങ്ങൾ മോഷ്ടിച്ചില്ല. എന്താ ഞാൻ കേട്ടത്? ആ 50 ലക്ഷം മോഷ്ടിച്ചത് ഇവരാണെന്നോ? ആദ്യം അടിച്ചു മാറ്റിയ ഞാനല്ലടാ, നിന്റെ അമ്മായിയമ്മയാ. അവരുടെ കയ്യിൽ നിന്ന് ഞാൻ അടിച്ചു മാറ്റി. ഇതാ നോക്ക്, പിന്നെ എന്റെ കയ്യിൽ നിന്ന് ഇവളല്ലേ അടിച്ചു മാറ്റിയേ. അപ്പോ എനിക്ക് ചുറ്റും മുഴുവൻ കള്ളികൾ മാത്രമല്ലേ? അയ്യോ, അന്ന് നടന്ന മോഷണത്തെ കുറിച്ച് ഇപ്പൊ എന്തിനാ സംസാരിക്കുന്നേ? വന്ന കാര്യം പറ. ഇങ്ങോട്ട് നോക്ക്, ഇളയമ്മ നെക്ലസ് മോഷ്ടിച്ച ഇളയമ്മയുടെ 2ാം കെട്ട് നടക്കും. അങ്ങനെ ലൈഫും സെറ്റിൽ ആവും. ഭാര്യയും ഭർത്താവും തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണല്ലേ. മോഷ്ടിച്ച കാര്യം പുറത്തെങ്ങാനും അറിഞ്ഞ അഭിയും ബസും കൂടി എന്നെ പഞ്ഞിക്കിട്ടോടാ. അങ്ങനെ ഒന്നും നടക്കാതെ ഞങ്ങൾ മാനേജ് ചെയ്തോളാം. ആ വസുവാണ് നെക്ലേസ് മോഷ്ടിച്ചതെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാം. അവളുടെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിക്കൊടുത്ത ആഭരണങ്ങൾ തന്നെ അവൾ തിരികെ കൊടുത്തു. അങ്ങനെയുള്ളപ്പോ ആ നെക്ലസും വസു മോഷ്ടിച്ചെന്ന് പറഞ്ഞ ആര് വിശ്വസിക്കാനാടി? എന്തുകൊണ്ട് വിശ്വസിക്കില്ല? പിള്ളേരുടെ എല്ലാം കൂടി കൂട്ടി 1 ലക്ഷം 2 ലക്ഷം പോലും ആവില്ല. പക്ഷെ ആ നെക്ലസ് 50 ലക്ഷം ഇളയമ്മേ.